പഞ്ചവർണ്ണ തത്തേയൻ നെഞ്ചിൽ വാ, പാൽ പഞ്ചസാര പായസവും കൊണ്ടുവാ. പഞ്ചവർണ്ണ തത്തേയൻ നെഞ്ചിൽ വാ, പാൽ പഞ്ചസാര പായസവും കൊണ്ടുവാ. നിന്റെ കണ്ണിലുണ്ട് രണ്ട് മുന്തിരി, നിന്റെ കണ്ണിലുണ്ട് രണ്ട് മുന്തിരി, നിന്റെ ചുണ്ടിലുണ്ട് നല്ല പുഞ്ചിരി. ഉള്ളമൊന്നു കാണുമോ, ഉള്ളതൊന്നു കേൾക്കുമോ, എന്റെ പ്രണയം അറിയുമോ, അതിൻ്റെ മധുരം നുകരുമോ, ഒരേയൊരു മാത്ര നീ ഇഷ്ടമെന്നു പറയുമോ. പഞ്ചവർണ്ണ തത്തേയൻ നെഞ്ചിൽ വാ, പാൽ പഞ്ചസാര പായസവും കൊണ്ടുവാ. പൂമകളെ ചെമ്പക പൂങ്കവിളിൽ ചന്ദ്രന്റെ ചായമിട്ട ചന്തം. സുന്ദരിയെ നീ സുമംഗലിയ, എന്റെ സ്വന്തമാവതെന്നും എന്റെ മോഹം. സൗഭാഗ്യലക്ഷ്മിയായി സന്താനവല്ലിയായി കൊട്ടാരക്കെട്ടിലമ്മയാക്കാം. രാജാവിൻ റാണിയായി സുൽത്താന്റെ ഹൂറിയായി തമ്പ്രാട്ടിക്കുട്ടിയായി വാഴാ. സ്നേഹിക്കുന്നു ഞാൻ നിന്നെ, മോഹിക്കുന്നു ഞാൻ, കല്ലിലോ കടഞ്ഞെടുത്തു നിന്നെ. എൻ നെഞ്ചിലെ പൈങ്കിളി കൊഞ്ചലേ, വില്ലുവണ്ടി കൊണ്ടു ഞാൻ വരട്ടെ. എൻ ചങ്കിലെ പഞ്ചമി തിങ്കളെ, പള്ളിമഞ്ചലേറി ഞാൻ വരട്ടെ. നീരാഗമഞ്ജരി എന്നാത്മവൈഖരി, നീ എൻ്റെ കണ്ണുകൾക്കു ദേവി. എൻ പ്രേമ പൂജ ഞാൻ ചെയ്യുന്നിതാ സഖി, എന്നിൽ നീ ജീവരാഗബിംബം. നിന്റെ സമ്മതം തേടും എൻ്റെ മാനസം, കണ്ടിടാതകന്നു പോവതെന്തേ. പഞ്ചവർണ്ണ തത്തേയൻ നെഞ്ചിൽ വാ, പാൽ പഞ്ചസാര പായസവും കൊണ്ടുവാ. പഞ്ചവർണ്ണ തത്തേയൻ നെഞ്ചിൽ വാ, പാൽ പഞ്ചസാര പായസവും കൊണ്ടുവാ. എന്താ സാറേ ഇത്രയും നേരമായിട്ട് ഉറങ്ങാതിരിക്കുന്നു? ഉറക്കം വന്നില്ല. താങ്ക്സ് ഫോർ ദ കോഫി. ഓ ആയിക്കോട്ടെ. നല്ല കാലം പിറക്കുന്നു, നല്ല കാലം പിറക്കുന്നു, ജഗദാംബിക പറയുന്നു നല്ല കാലം പിറക്കുന്നു. ഈ വീട്ടിലെ കന്യക പെണ്ണിന് മംഗല്യം നടക്കാൻ പോകുന്നു. ജഗദാംബിക പറയുന്നു അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പയ്യനെ വരനായി ലഭിക്കുവാൻ പോകുന്നു എന്ന്. ജഗദാംബിക പറയുന്നു ഈ വീട്ടിൽ മംഗളകർമ്മം നടക്കാൻ പോകുന്നുവെന്ന്. ജഗദാംബിക പറയുന്നു ഈ വീട്ടിൽ ഐശ്വര്യം വരാൻ പോകുന്നുവെന്ന്. നല്ല കാലം പിറക്കാൻ പോകുന്നു.
ഹലോ. രവി, രവി, എന്താ മുരളി, എന്ത് പറ്റി? നിന്നെ എവിടെയൊക്കെ തിരക്കി? ഇറങ്ങി വാ. എന്താന്ന് പറ. നീ ആദ്യം താഴെ വാ, എന്നിട്ട് പറയാം. ഒന്ന് മാറി നിൽക്ക്. നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇത് കണ്ടോ മുരളി, എന്ത് അന്യായമാണ് നടന്നതെന്ന്. ഈ അരമനയ്ക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ മടിക്കാത്തവരാ. ജോലിക്കാരെ പോലെയാണോ ഞാൻ അവരെ കണ്ടിരുന്നത്? എന്റെ കൂടപ്പിറപ്പിനെ പോലെയാ ഞാൻ സ്നേഹിച്ചത്. വിടില്ല മോനെ, വിടില്ല. ഇവരെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല. എവിടെയോ കൊന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. അമ്മാവാ, ഇന്നലെ അരമനയിൽ ഭാവി പറയാൻ വന്നത് ആരാ? അരമനെ പോയത് ശങ്കരനല്ലേ? ശങ്കര, നിന്നെ തേടി അരമനെ നാളെ വന്നിട്ടുണ്ട്. അരമന? എന്തിനാ ഓടിയത്? സാർ, എനിക്കൊന്നും അറിയില്ല സാർ, എന്നെ വിട്ടരുത്. സത്യം പറ, അരമനയിൽ നീ എന്താ കണ്ടത്? എന്തിനാ പേടിച്ചോടിയത്? സാർ, ആ അരമനയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ താമസം മാറിയേക്ക് സാർ. എല്ലാവരുടെയും ജീവൻ ആപത്താ. എന്തൊക്കെ ആ അരമനയിൽ ഒരാളുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ട് സാർ. ജഗദാംബിക സത്യം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സാർ. ഇന്നലെ രാത്രി ഞാൻ അവിടെ വന്നപ്പോ ഈ വീട്ടിലെ കന്യകപ്പെണ്ണിന് കല്യാണം നടക്കാൻ പോകുന്നു. ജഗദാംബിക പറയുന്നു നല്ല കാലം പിറക്കാൻ പോകുന്നു, നല്ല കാലം പിറക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ല കാലം അത് അവിടുത്തെ ഒരാളെ കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാർ. അയാളെ ഇനി കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റും? അത് അറിയില്ല സാർ. എന്നാൽ അവിടുത്തെ ഒരു പെണ്ണിന് ഉറപ്പായിട്ടും ബാധ കൂട്ടിയിട്ടുണ്ട് സാർ. അത് സാധാരണ ബാധയാണെന്ന് തോന്നുന്നില്ല. വളരെ ഭീകര രൂപമായിരുന്നു. അതിന് വൈരാഗ്യം കെട്ടടങ്ങിയിട്ടില്ല. ഇത് വാങ്ങു സാർ. സാർ, ഇതൊരു മണ്ഡലകാല ശ്മശാനത്തിൽ വെച്ച് പ്രത്യേകം പൂജ ചെയ്ത മുട്ടയാണ് സാർ. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. ആരുടെ ശരീരത്തിലാണ് ബാധയുള്ളതെന്ന് ഈ മുട്ട കാണിച്ചു തരും സാർ. അല്ല, ഇത് സാർ ഒന്നും ആലോചിക്കാനില്ല സാർ. അതിനെ ആരെയൊക്കെ കൊല്ലുമെന്ന് അറിയില്ല സാർ. ഇപ്പോഴേ 3 പേരെ കൊന്നു കഴിഞ്ഞു. വേഗം പുറപ്പെടും സാർ. വാങ്ങ് സാർ. ഈ ലോകത്തിൽ മനുഷ്യർക്ക് അതീതമായി ഒരുപാട് ശക്തികളുണ്ട്. വിശ്വസിക്കണം സാർ. ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പാചകക്കാരൻ ആരോടും പറയാതെ പോയെന്നാ കേട്ടത്. ഡ്രൈവർ എവിടെയെങ്കിലും കള്ളം കുടിച്ച് കിടക്കുകയാണെന്നാ കരുതിയത്. വേലക്കാരൻ ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ആകെ പേടിച്ചിരിക്കും. വീട്ടിലുള്ള എല്ലാവരോടും വരാൻ പറ. എല്ലാവരും ഒന്ന് ചോദ്യം ചെയ്യണം. ഞങ്ങളെ തന്നെ സംശയിക്കുകയാണോ? വക്കീലെത്തിയല്ലോ, അങ്ങോട്ട് ചോദിക്കും. ഇത് പോലീസിന്റെ ഒരു പ്രൊസീജിയറാണ്. നമ്മൾ കോപ്പറേറ്റ് ചെയ്തേ പറ്റും.
എന്താ? അല്ല സർ, ബാധയുടെ പേര് ശിവാനിയാണെന്നുള്ള കാര്യം ഉറപ്പാണോ? അതെ, ആ വേലക്കാരിയുടെ കുട്ടി എപ്പോഴും ശിവാനി ചേച്ചി എന്ന് പറഞ്ഞോണ്ടിരിക്കും. വാ, ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഒന്ന് വഴി മാറിക്കേ. വിട്ടിട്ട് വാടോ. നാട്ടുകാരെല്ലാം ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സാർ. എന്താണ് സാർ? സാർ 3 ബോഡിയാണ് സാർ. നിങ്ങൾ തിരക്ക് പിടിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രവി, ശിവാനി എന്ന പെണ്ണിനെ കുറിച്ച് ചോദിച്ചില്ലേ? പോലീസ് റെക്കോർഡ്സ് മുഴുവൻ ഞാൻ പരിശോധിച്ചു. 5 വർഷത്തിന് മുമ്പ് ശിവാനി എന്ന പെണ്ണ് അമ്പലത്തിലെ ആഭരണങ്ങൾ മുഴുവൻ മോഷ്ടിച്ച് സ്ഥലമിട്ടിരിക്കുന്നു. പിന്നീട് അവളെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആ പെണ്ണിന്റെ സ്വന്തം. മിസ്റ്റർ, നിങ്ങൾ എന്തിനാ ശിവാനിയെ പറ്റി തിരക്കുന്നത്? അല്ല, ഇവിടെ 3 കൊലപാതകങ്ങൾ നടന്നല്ലോ. എനിക്ക് ചെറിയൊരു ആ പൂജാരിയുടെ വീട്ടിലുണ്ടായിരുന്ന ശിവാനിയാ. അവള് നാട്ടുകാർ നാണം കെടുത്തിപ്പോയി. അവളെ ശിവാനി നല്ലവളായിരുന്നു സർ. അവര് പറയുന്ന സത്യമല്ല. നിങ്ങൾ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ മകളാ ഞാൻ. ശിവാനി എന്റെ വീട്ടിലാ വളർന്നത്. ഞാനും അവളും ഒരു വയറ്റിൽ ജനിച്ചില്ലെങ്കിൽ പോലും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഞങ്ങൾ വളർന്നത്. വരുന്ന പയ്യനെ ഉറപ്പായിട്ട് ഓടിക്കല്ലോ അല്ലേ? എന്ത് ചോദ്യാടി ഇത്? ഇതുവരെക്ക് ഞാൻ 11 പയ്യന്മാരെയാ വിരട്ടി ഓടിച്ചിരിക്കുന്നെ. പിന്നെയാ ഇവൻ. ഈ പയ്യനെ വലിയ കാശുള്ള വീട്ടിലെയാ കാറിലാ വരുന്നത്. വരട്ടെ വരട്ടെ. TVS 50 വന്നവനെ വണ്ടി പിടിച്ചു വെച്ച് വിരട്ടി വിട്ടവളാ. ഇത്തവണ കാറുകാരനല്ലേ? സൂക്ഷിക്കണേ, കൊടുക്കരുത് കേട്ടോ. ശരി ശരി, ഫോൺ വെക്ക്, ഇതാ കാറ് വരുന്നു. പൂജാരിയുടെ വീട്ടിലേക്ക് എതിലേ പോവാ? അവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാ മതി. ആ, വലിയ ഉപകാരം. അല്ല, പൂജാരിയുടെ വീട്ടിൽ ആരെ കാണാനാ? അവരുടെ മോളെ പെണ്ണ് കാണാൻ വേണ്ടിയാ. പെണ്ണോ? അപ്പൊ ഇത് അതെ, വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിലേ ഓടിക്കാൻ അറിയുന്ന ആരെങ്കിലും കൂടെ കൂട്ടായിരുന്നില്ലേ? ഹലോ, ഞാൻ മര്യാദയ്ക്കാ ഓടിച്ചത്. ഏതോ ഒരു ഇടിയേറ്റ് കല്ലെടുത്തെറിഞ്ഞതുകൊണ്ടാ. കുട്ടി, കാറ് കുഴിയിൽ ഇറങ്ങിപ്പോയി. ഒന്ന് തള്ളിത്തരാവോ? ആ, വരൂ. ഒന്നൂടെ മുറുക്കെ. അതെ, നിങ്ങൾക്കിപ്പോ വണ്ടി എടുക്കണം, അത്രയല്ലേ വേണ്ടൂ? താക്കോല് വണ്ടിയിൽ വെച്ചിട്ട് എന്റെ കൂടെ വാ. കാറ് തനിയെ വരും. എന്താ ഈ പറയുന്നേ? അതൊക്കെ ഉണ്ട്, വരുന്നേ. അതെ, വല്ല മന്ത്രവും മാജിക്കാൻ മറ്റോ ആണോ? മന്ത്രവും മണ്ണാങ്കട്ടിയോ ഒന്നും അല്ല. ആദ്യം എവിടെയെങ്ങാനും ഒളിച്ചിരിക്കും, കാറ് വന്നോളൂ. ഒളിച്ചിരുന്ന കാറ് വരുന്നു? അതെങ്ങനെ? ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ഇതാ എന്റെ സ്വന്തം നാട്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാ വരുന്നത്. എന്ത് കാണിക്കുന്നത്? ഈ കല്ലുകൊണ്ട് എന്നെ എറിഞ്ഞത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് മണപ്പിച്ച് ഈ കല്ലെറിഞ്ഞവനെ കണ്ടുപിടിച്ച് ജയിലിൽ അടച്ചിട്ട് തന്നെ കാര്യം. എന്തിനാ ഇത്? ഈ ചെറിയ കാര്യത്തിനൊക്കെ എന്ത് ചെറിയ കാര്യം? ഇത് അറ്റംപ്റ്റ് ടു മർഡറാ. എറിഞ്ഞവനെ ചുമ്മാ വിടാൻ പാടില്ല. അല്പം തെറ്റിയിരുന്നെങ്കിൽ ചത്തുപോലായിരുന്നു. അല്ല, ഈ നാട്ടിൽ നിങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാർ ദേ വരുന്നു. വെറുതെ സംസാരിച്ച സമയങ്ങൾ ഇത് പോയി കാർ നിർത്താൻ നോക്ക്. യു ആർ കറക്റ്റ്. ഹലോ, ഹോൾഡ് ഓൺ.
താങ്ക്സ് കേട്ടോ. കാറിന്റെ ഉടമസ്ഥനോ? ഹലോ താങ്ക്സ്. സോറി സാർ ഞാൻ അറിയാ ചെയ്തതാ. താങ്ക്സ് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ സോറി പറയുന്നേ? അയ്യോ ഞാൻ സോറി പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ താങ്ക്സ് പറയുന്നത്? എന്ത് പറ്റി അയക്ക്? താങ്ക്സ് പറഞ്ഞപ്പോ സോറിയും പറഞ്ഞു ഓടിപ്പോണു. അവനെന്താ നിങ്ങളെ സഹായിക്കാനാണോ വന്നത്? പിന്നെ കാറ് കട്ടോണ്ട് പോവാൻ വന്നതല്ലേ? സൂക്ഷിച്ചോ, കള്ളന്മാരുടെ നാടാ ഇത്. കളിപ്പാട്ടം വെച്ചാ പോലും കട്ടോണ്ട് പോകുന്ന സ്ഥലാ. എന്നിട്ടാ നിങ്ങള് കാറ് താക്കോലടക്കം വെച്ചത്. എങ്ങനെ കൊണ്ടുപോകാതിരിക്കും? ഭയങ്കര ബുദ്ധിയാ. ഗ്രേറ്റ്. ശരി ഞാൻ ചെല്ലട്ടെ. കാറുകാരാ, കാറ് തിരിച്ചു കിട്ടിയില്ലേ? പാവ ആരോ അറിയാതെ കല്ലെടുത്തെറിഞ്ഞതാ. ഇനി എന്തിനാ ആ കല്ല് നിങ്ങക്ക്? അതെടുത്ത് കളഞ്ഞൂടെ? എറിഞ്ഞവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ കൈയും കാലും തല്ലി ഓടിച്ച് 5 വർഷമെങ്കിലും ജയിലിൽ കിടത്തും.